വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലേ? അപ്പം നമ്മളുടെ ഈ ബിസി ലൈഫിൽ ഡേ ഡ്യൂട്ടീസും നൈറ്റ് ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു 1 വീക്ക് ഓഫ് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഉറങ്ങാനായിരിക്കും അല്ലേ? അപ്പം ഉറങ്ങി ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, നമുക്ക് എവിടെയെങ്കിലും ഒരു യാത്രകൾ പോകാനായിരിക്കും. അപ്പം അത് ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലോ നമുക്ക് ഒത്തിരി 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 സന്തോഷമായിരിക്കും. ഞാനെന്താ ഈ എഴുതുന്നതെന്നായിരിക്കുമല്ലോ നിങ്ങൾ ചിന്തിക്കണേ. അത് ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. നമ്മൾ നാളെ ഒരു യാത്ര പോവുകയാണ്, ഒരു 1 ഡേ ട്രിപ്പ്. അപ്പം അതിനെന്തൊക്കെ പാക്ക് ചെയ്യണം എന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അതെടുത്തില്ല ഇതെടുത്തില്ല എന്നൊക്കെ വിചാരിച്ച് കാരണം നമ്മൾ ചിന്തിച്ചിട്ടായിരിക്കും പോകുന്നത്. ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ ആ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് ഇടണം എന്ന് ചിന്തിച്ചിട്ടായിരിക്കും. പക്ഷെ നമ്മളെല്ലാം വാരിപ്പെറുക്കി പോകുമ്പോഴത്തേക്കും സംഭവം ഒന്നും കാണത്തില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ആവും നമ്മൾ. അപ്പം അതിലും വേറെ നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്കത് പാക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ അതൊരു അടുക്കും ചിട്ടയോടുകൂടി ഇരുന്നോളും. അപ്പം ഞാൻ ഈ ലിസ്റ്റ് എഴുതുമായിരുന്നു. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഒരു 1 ഡേ ട്രിപ്പ് പോകുമ്പോൾ പാക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം എനിക്ക് പാക്ക് ചെയ്യണം, ചേട്ടായിക്ക് പാക്ക് ചെയ്യണം, കൊച്ചിന് പാക്ക് ചെയ്യണം. അപ്പം കൊച്ചിന് നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ എടുക്കണം, കാരണം അവരുടെ ഡ്രസ്സ് പെട്ടെന്നായിരിക്കും ചീത്തയാകുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ 2-3 ജോഡിയും കൂടെ എക്സ്ട്രാ എടുക്കണം. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പാക്ക് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന മീഡിയം സൈസിലുള്ള ഒരു സഫാരിയുടെ പെട്ടിയാണ് കേട്ടോ. അപ്പം ഇത് വേണം ആക്ച്വലി, ഇത്രയും ചെറിയൊരു മീഡിയം സൈസാണ്. അപ്പം നമുക്ക് ആദ്യം ചേട്ടയുടെ എടുത്ത് വെക്കാം. അപ്പം നമുക്കൊരു ഐഡിയ കാണും, നമ്മൾ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യുന്നുള്ളൂ. അപ്പം ആ നൈറ്റിന് നമ്മൾ ഇടാൻ വേണ്ടി ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഡേ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഹുഡീസ്, ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും അതിൻ്റെ പൊക്കത്തിൽ നമുക്ക് ജാക്കറ്റ്സ് ഉണ്ടാവും. കാരണം നമുക്ക് അറിയില്ല എപ്പോഴാണ് ഇത് മാറുന്നത്. ഇപ്പം നല്ല ചൂടാണെങ്കിൽ പെട്ടെന്ന് തന്നെ തണുപ്പ്, എത്ര ചൂടുണ്ടെങ്കിൽ തന്നെ അതിന് ചെറിയൊരു തണുപ്പുണ്ട്. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. അപ്പം നമ്മളിപ്പോൾ വിൻ്ററൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് ഹുഡീസ് എടുക്കണം. അപ്പോൾ ഒരു ഹുഡി എടുത്തിട്ടുണ്ട്, പിന്നെ ഇട്ടുകൊണ്ട് പോകുന്നൊരു ഹുഡിയും കൂടിയുണ്ട്. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കാം. സെറ്റായിട്ട് തിരിച്ച് വെക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഇപ്പം എടുത്ത് കൊടുക്കാൻ പറ്റും. കൂടാതെ കുറച്ച് സോക്സും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. അത് നമുക്ക് ഈ സൈഡിലോട്ട് വെക്കാം. പിന്നെ ഉള്ളത് എൻ്റെ ഡ്രസ്സാണ്. അപ്പം എല്ലാ അമ്മമാർക്കും അറിയായിരിക്കും, നമ്മൾ എപ്പോഴും കൊച്ചുങ്ങൾക്ക് എടുക്കുന്ന പോലെ തന്നെ നമ്മളെപ്പോഴും ഒരു ഡ്രസ്സ് കൂടെ നമുക്കൂടെ എക്സ്ട്രാ എടുക്കണം. കാരണം അവർ പാൽ കുടിക്കുമ്പോഴും അതായത് ഫുഡൊക്കെ കഴിക്കുമ്പം നമ്മളാണ് അവർക്ക് കൊടുക്കണം. അപ്പം നമ്മുടെ ദേഹത്തൊക്കെ വീഴാൻ വേണ്ടി സാധ്യതയുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷവർ ജെല്ലുണ്ട്, ഷാമ്പൂ ഉണ്ട്, പിന്നെ ബേബി ബാത്ത് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ്. നമ്മുടെ ഫേസ് വാഷ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് ഞാൻ ഈ വാഷ് ബാഗിനകത്ത് വെച്ചേക്കണേ. അതുകൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. 2 ബാഗ് എന്ന് പറയുന്നത് മസ്റ്റാണ്. അത് എല്ലാ ലേഡീസിനും അതായിരിക്കും. അവരെവിടെ പോയാലും അവരുടെ 1-2 മേക്കപ്പ് ഐറ്റംസ് ഉണ്ടെങ്കിലും പോലും അവർ എപ്പോഴും കൊണ്ടുപോകുന്ന സാധനമായിരിക്കും കേട്ടോ മേക്കപ്പ് ബാഗ് എന്ന് പറയുന്നത്. അപ്പം ഇത് എൻ്റെ മേക്കപ്പ് ബാഗാണ്. ഇത് കൊച്ചിൻ്റെ മേക്കപ്പ് ബാഗ് എന്ന് പറഞ്ഞാൽ അവളുടെ പിന്നെ ലോഷൻ, പിന്നെ ഹെയർ ബാൻഡ്, അങ്ങനത്തെ ഒക്കെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം സെപ്പറേറ്റ് ആയിട്ടാണ്. ഇതുകൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. പിന്നെയുള്ളത് നമ്മുടെ ബ്രഷ്. എല്ലാവർക്കും അറിയായിരിക്കും, ഇത് മസ്റ്റാണ് ബ്രഷ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളുടെ മരുന്നുകൾ. ചിലപ്പോൾ കൊച്ചിനാണെങ്കിൽ ചെറുതായിട്ട് കോൾഡൊക്കെ ഉണ്ട്. അപ്പോൾ അവളുടെ നേസൽ ഡ്രോപ്പ്, കാൽപോൾ, പിന്നെ പാരാസെറ്റാമോൾ, അങ്ങനത്തെ നമുക്കൊരു തലവേദനയൊക്കെ വരുവാണെങ്കിൽ കഴിക്കാനുള്ള അങ്ങനത്തെ ഒരു പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആയിട്ടുള്ള. ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള കോട്ടൺസ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല, ജസ്റ്റ് നമുക്കുള്ള ഒരു കൊച്ചിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും. പിന്നെ നമുക്കൊരു ഹെഡേക്ക് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഹെഡേക്ക് വരുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തില്ല. നമുക്ക് സിവിയർ ഹെഡേക്ക് ആണെങ്കിൽ കൊച്ചും കൂടെ ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് കിടക്കാനോ അതൊന്നും പറ്റത്തില്ല. അപ്പം നമുക്കൊരു ടാബ്ലറ്റ് എടുക്കുക, ഒരു മോയ്സ്ചറൈസർ. ഇത് ഞാൻ
വേറെ ചെറിയ ചെറിയ ബോട്ടിൽസ് ഒന്നും മേടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതോടുകൂടി തന്നെ ഇതിൻ്റെ അകത്തോട്ട് വെക്കുകയാണ് കേട്ടോ. ആൾക്ക് എടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൊച്ചിന് എടുക്കണേന്ന് പറഞ്ഞാൽ നമ്മളൊരു വൈപ്സ് എടുക്കണം. ഇത് പൊട്ടിക്കാത്തൊരു വൈപ്സ് ആണ് കേട്ടോ. വൈപ്സ് എടുക്കണം. പിന്നെ കുറച്ചധികം പാമ്പേഴ്സ് എടുക്കണം. അപ്പം ഇത് ഞാൻ ഈ പെട്ടിയിൽ വെക്കുന്നില്ല, നമ്മൾ കാറിലോട്ടാണ് വെക്കുന്നത്. കാറിൽ വെറുതെ വെക്കുകയാണ്, കാരണം നമുക്ക് ആവശ്യം വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് ഇത് കാറിലോട്ട് വെക്കും, ഈ പെട്ടിയിൽ വെക്കുന്നില്ല കേട്ടോ. കാരണം നമുക്ക് എനിക്കും ചേട്ടായിക്കും എക്സ്ട്രാ ഒന്നും എടുത്ത് വെക്കാനില്ല. നമ്മുടെ കുറച്ച് ചാർജർ, ആ ഐറ്റംസ് മാത്രമേ എടുത്ത് വെക്കാനുള്ളൂ. പിന്നെ കൊച്ചിന് ഇനി ഉള്ള ആവശ്യമുള്ള പാമ്പേഴ്സ്, അവളുടെ അവൾക്ക് ആവശ്യമുള്ള ബോട്ടിൽസ്, അതൊക്കെയാണ് വാട്ടർ ബോട്ടിൽസ്, അതൊക്കെ നമുക്ക് ഡയപ്പർ ബാഗിലോട്ട് സെറ്റ് ചെയ്യാം. കാരണം അതൊക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കേണ്ട കാര്യങ്ങളാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ അവിടെ വൺസ് റീച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാനുള്ള സാധനങ്ങളൊക്കെയാണിത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റാക്കി വെച്ചേക്കുക. അപ്പം ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ഡയപ്പർ ബാഗ് സെറ്റ്. ഇത് നമ്മുടെ 1 ഡേ ട്രിപ്പിൻ്റെ ഒരു പെട്ടി പാക്കിംഗ് ആയിരുന്നു. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ പാക്ക് ചെയ്ത്. ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇതൊക്കെയാണ്. അപ്പം നാളെ നമ്മുടെ ട്രിപ്പിൻ്റെയും നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂം, അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് നാളെ നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും. അതുവരെ കാണുന്നവരെ ടാറ്റാ.